വ്യത്യസ്തമായ പല കഴിവുകളുമുണ്ട് എന്ന് ആദ്യം കൊണ്ടുവരാം. ഈ ദൈവം തമ്പുരാൻ തന്നെ പലർക്കും പല രീതിയിലാണ് കഴിവുകൾ തന്നിരിക്കുന്നത്. എൻ്റെ മുഖം പോലെ ആയിരിക്കില്ല മറ്റുള്ളവരുടെ മുഖം. അപ്പോൾ എനിക്കുണ്ടാകുന്ന യുണിക്ക് ക്വാളിറ്റീസ് എൻ്റേത് മാത്രമാണ് എന്ന് നിങ്ങൾ ഫസ്റ്റ് മനസ്സിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അവിടെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടേതായ കഴിവുണ്ട് എന്നറിയുമ്പോൾ പലരും പല ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാരണം പല കാര്യങ്ങളും ചെയ്യാൻ മടി കാണിക്കുന്നു. ഈ കോംപ്ലക്സ് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കൂട്ടരെ ഈ 5 പേരുടെ നിങ്ങൾ നോക്കൂ. 5 പേരിൽ ഒരു പ്രാവശ്യം അവർ ഭയങ്കരമായ അടിപിടി കൂടാൻ തുടങ്ങി. 5 പേരിൽ തമ്പു പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ എല്ലാം പേരൻ്റ്. എൻ്റെ തടി കണ്ടോ, ഞാനാണ് ഏറ്റവും വലിയ മനുഷ്യൻ, വലിയ ആൾ എന്ന രീതിയിൽ കൊണ്ടുവന്നു. ആക്ച്വലി അയാൾ പറയും, ഞാൻ മുദ്രക്കടലാസിൽ ഒപ്പിടാൻ എഴുത്തും വായനയും അറിയാത്തവർക്ക് എന്നെയാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ ഞാനാണ് ഏറ്റവും വലിയവൻ. അപ്പോൾ രണ്ടാമത്തെ ആൾ പറഞ്ഞു, അതെങ്ങനെ അങ്ങനെ പറയാ, ആരെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കണമെങ്കിൽ എൻ്റെ കൈയല്ലേ വേണ്ടത്, അപ്പോൾ ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന രീതിയിൽ രണ്ടാമത്തെ ആൾ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മൂന്നാമത്തെ ആൾക്ക് ഭയങ്കര ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, എന്താ പറയുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഈ 5 പേരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയവൻ ഞാനല്ലേ, നോക്കൂ. അപ്പോൾ മൂന്നാമത്തെ ആൾ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും 3 കാരൻ ഓരോ വർത്തമാനത്തിൽ കൂടിയപ്പോൾ നാലാമത്തെ ആൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ നിങ്ങൾ നോക്കൂ, എന്ത് ഫങ്ഷനെങ്കിലും എന്തെങ്കിലും കല്യാണമുണ്ടെങ്കിൽ ഫസ്റ്റ് എൻ്റെ വിരലിൽ ഉപയോഗിക്കാറ്, നിങ്ങളുടെ 3 പേരും അല്ലല്ലോ, 4 പേരുടെയും അല്ലല്ലോ, അപ്പോൾ ഞാനാണ് ഏറ്റവും വലിയവൻ, മോതിര പേരിലാണല്ലോ ഇത്. അങ്ങനെയായി. അപ്പോൾ ഇത് 4 പേരുടെയും അടികൂടുന്ന സമയത്ത് 5-ാമത്തെ ആൾ ചെറുവിരൽ പറഞ്ഞു, നോക്കൂ, നിങ്ങളെല്ലാവരും ദൈവത്തിനെ വന്ദിക്കാറില്ലേ, ആ സമയത്ത് ദൈവത്തിനോട് ഏറ്റവും അടുത്ത് വരുന്നവൻ ആരാണ്? ഞാനാണ്, എൻ്റെ ഈ വിരൽ. അപ്പോൾ ഞാനാണ് ഏറ്റവും വലിയ മനുഷ്യൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ വലിപ്പ ചെറുപ്പം കാണിക്കാനല്ല നിങ്ങൾ ഇത്രയും സംസാരിച്ചത് കൊണ്ട് പറയുകയാണ്, അല്ലാതെ ഇതിൽ വലിയവനും ചെറുവനും എന്ന് ഉദ്ദേശിക്കാൻ പാടില്ല. എല്ലാവർക്കും അവരുടേതായ കഴിവുണ്ട്, അത് വളർത്തിക്കൊണ്ടുവന്ന് ഞാൻ പലതും ചെയ്യാൻ പറ്റും എന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് 5-ാമത്തെ പേരിൽ വളരെ സൗമ്യമായിരുന്നു. ഇത് കേട്ടപ്പോൾ ബാക്കി 5 പേർക്ക് മനസ്സിലായി, എല്ലാവർക്കും അവരുടേതായ കഴിവുണ്ട്, അത് തിരിച്ചറിയുക, എന്നാൽ എല്ലാ കാര്യവും നമ്മൾക്ക് ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞുകൊണ്ട് ഞാനും ഇവിടെ നിർത്തട്ടെ. താങ്ക് യു.